എൻ്റെ വക ഈദ് മുബാറക്. ടേബിളൊക്കെ ആകെ മിസ്സായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാനതൊക്കെ വേഗം പോയി ക്ലീനാക്കി ഷെഡപ്പടേന്ന് ക്ലീനാക്കി. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് പെരുന്നാളാണ് തോന്നുന്നേ ഇല്ല. പിന്നെ എൻ്റെ അനിയൻ പള്ളിക്ക് പോയപ്പോൾ കൊടുന്ന മുട്ടായി കഴിച്ചു. പിന്നെ ഇവിടെ അടുത്തുള്ള തൊടുവിൽ തന്നെയാണ് ഉദയത്തിന് അറക്കുന്നത്. ശരിക്കും നേരിട്ട് കാണിച്ചില്ലത് അറക്കണമൊക്കെ. ഈ സ്ഥലത്ത് നമ്മളെ ഇറക്കണമെങ്കിൽ പുളയിനെ കാണുമ്പോൾ എന്തോ പോലെ ഗൈസ്, എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും ഭയങ്കര ഇടങ്ങാറായി എനിക്ക്. സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ ഇറക്കുന്നത് കാണുന്നത്. പിന്നെ നമ്മൾ വേഗം പോയി കുളിച്ച് ഇതിന് ട്രാൻസിഷൻ വീഡിയോ ആണ് ഉദ്ദേശിച്ച്. ചെറുതായിട്ടില്ല, കുറച്ച് വലുതായിട്ട് തന്നെ കൊള്ളാറുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സ് ഇതാണ് ഗായ്സ്. എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്താ ഇതിനടുത്തൊന്ന് കമൻറ്റ് ചെയ്യണം. ഒരു ബാഗാ സൂട്ട് പോലത്തെ ഡ്രസ്സാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഈദ് പ്രെയർ ചെയ്തു. മമ്മിയും കൂടിയാണ്ട് ഈദ് പ്രെയർ ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് നേരെ സേമിയ പായസം കുടിച്ചാണ്. നെയ്ബേഴ്സിൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി. പിന്നെ നമ്മൾ നെയ്ബറിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വീറ്റാണത്, അതും കഴിച്ചു. ഞാൻ ശരിക്കും ഇവിടെ നിന്ന് ഒന്നും കഴിച്ചിട്ടില്ല. നെയ്ബറിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഇന്ന് ലഞ്ച്. ഇതാണ് എൻ്റെ ലഞ്ച്. ചെറുതായിട്ട് കൊളായിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ സ്പേസ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ചിക്കൻ മന്തി എൻ്റെ ഫേവറേറ്റാണ്, അതുകൊണ്ട് ഞാനത് കഴിച്ചു. നിങ്ങളുടെ വീട്ടിലേക്ക് എന്തായിരുന്നു ഇത് ഫുഡെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ഉറക്കം തന്നെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പെരുന്നാൾക്ക് ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കസിൻസൊക്കെ വന്നു. ഒരു രാത്രി ആയപ്പോൾ തന്നെ പോയി. ലാസ്റ്റ് ആൻഡ് ഫൈനലി ഞാനൊരു ഗ്ലാസ് പായസം കൂടി കുടിച്ചു. സോ ദാറ്റ് ഇറ്റ്സ് ഫോർ ടുഡേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. നിങ്ങളുടെ പെരുന്നാൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ ബൈ.